നമസ്കാരം, ന്യൂസ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. നടപടി PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ 5 കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ. PV അൻവറിന്റെ ഫോൺ ചോർത്തലിൽ കരുതലോടെ നീങ്ങാൻ സർക്കാർ. ഗവർണറുടെ കത്തിന് മറുപടി നിയമോപദേശത്തിന് ശേഷം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. അന്വേഷണ സംഘം മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിന് വിലക്ക്. വഖഫ് ബില്ലിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി BJP രംഗത്ത്. ബില്ലിനെ പിന്തുണച്ച പാർലമെന്ററി സമിതിക്ക് ഇമെയിൽ അയക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം. തീരാനോവായി ജെൻസന്റെ വേർപാട്. അപകടത്തിൽ മരിച്ച ജെൻസന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് സംസ്കാരം. വിശദമായ വാർത്തകളിലേക്കാണ്. PV അൻവർ MLA യുടെ പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഘടിപ്പിച്ച് DGP. അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാരിന് ശുപാർശ ചെയ്തു. അതേസമയം ഇതുവരെയുള്ള പരാതികളിൽ ADGPയുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു. മൊഴിയെടുക്കലിന് ഹാജരാകാൻ DGP നോട്ടീസ് നൽകും. PV അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് രാജ്ഭവൻ. അൻവറിന്റെ വെളിപ്പെടുത്തൽ ഗൗരവത്തോടെയാണ് ഗവർണർ കാണുന്നത്. അതേസമയം രാജ്ഭവൻ നീക്കം മുന്നിൽ കണ്ട് കരുതലോടെയാണ് സർക്കാരിന്റെയും നടപടി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും സർക്കാർ ഗവർണർക്ക് മറുപടി നൽകുക. ഫോൺ ചോർത്തി എന്ന PV അൻവർ MLA വെളിപ്പെടുത്തലിൽ ശക്തമായ നടപടിക്കാണ് രാജ്ഭവൻ ഒരുങ്ങുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് റിപ്പോർട്ട് തേടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഗവർണർക്ക് നൽകുന്ന മറുപടി രാഷ്ട്രീയമായി കൂടി പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് കരുതലോടെ നീങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മറുപടി നൽകുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ഉന്നത ഉദ്യോഗസ്ഥർ ചോർത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തിരിച്ചും താൻ ഫോൺ ചോർത്തിയെന്ന വിവരം PV അൻവർ MLA പുറത്തുവിട്ടത്. തന്റെ ഫോൺ ചോർത്തി വിവരങ്ങൾ ശേഖരിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം സമാനമായ രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നത് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. ഫോൺ ചോർത്തുന്നത് പൗരാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നിരിക്കെ അൻവർ ചെയ്തതും ഇതേ പരിധിയിൽ വരും. ഈ സാഹചര്യത്തിലാണ് സർക്കാരിൽ നിന്ന് രാജ്ഭവൻ വിശദീകരണം തേടിയത്. സംസ്ഥാനത്തെ ഒരു MLA ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയത് ഗുരുതരമായ കുറ്റമാണെന്നും നിയമപ്രകാരമുള്ള നടപടികൾ അത്യാവശ്യമെന്നുമാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകിയത്. സർക്കാരിന്റെ സോഫ്റ്റ്വെയർ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കലാണെന്നും അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ രാജ്ഭവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിനാണ് റിപ്പോർട്ട് നൽകിയത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ നിർണായക യോഗവും ഇന്ന് ചേരും. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിൽ നടപടി വൈകിയതിൽ സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം അന്വേഷണ സംഘം മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിന് വിലക്കുണ്ട്. വഖഫ് ബില്ലിനായി BJP രംഗത്ത്. വഖഫ് ബില്ലിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ മേധാവിത്വം നേടാൻ BJP നീക്കം ശക്തമാക്കി. ബില്ലിനെ പിന്തുണച്ച പാർലമെന്ററി സമിതിക്ക് ഇമെയിൽ അയക്കാൻ BJP നേതൃത്വം എല്ലാ കീഴ്ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകി. മുൻകൂട്ടി തയ്യാറാക്കിയ ഇമെയിൽ സന്ദേശം കൂട്ടത്തോടെ അയക്കാനാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഒരു ബൂത്തിൽ നിന്ന് ചുരുങ്ങിയത് 3 ഇമെയിലെങ്കിലും അയക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വഖഫ് ബോർഡ് ഇല്ലാതാക്കണമെന്ന ആവശ്യം BJP മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് ബോർഡ് ഇല്ലാതാക്കണമെന്ന് പാർട്ടി തയ്യാറാക്കിയ ഇമെയിലിൽ ശുപാർശയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി ഇടപാട്, ജിഹാദ് അടക്കം ആരോപണങ്ങളും ഇമെയിലിൽ ചൂണ്ടിക്കാട്ടുന്നു. വഖഫ് സംവിധാനം മതേതര സ്വഭാവത്തിന് എതിരാണെന്നും വിമർശനം ഉയർത്തുന്നുണ്ട്. വഖഫ് ബില്ലിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമായി തുടരുമ്പോഴാണ് BJP നീക്കം. വഖഫ് ബിൽ ഭരണഘടനാ വിരുദ്ധവും വിശ്വാസങ്ങൾക്ക് എതിരാണെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിലവിൽ വഖഫ് ബിൽ BJP MP ജഗദംബിക പാൽ അധ്യക്ഷനായ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
തിരുവനന്തപുരത്ത് ജലവിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ച യോഗം ഇന്ന് ചേരും. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സമർപ്പിക്കും. ജലവിതരണം നിർത്തിവെച്ചുള്ള അറ്റകുറ്റപ്പണികൾക്ക് പ്രോട്ടോകോൾ കൊണ്ടുവരുന്നതും ചർച്ചയാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തലസ്ഥാനത്ത് ദിവസങ്ങളോളമാണ് ജലവിതരണം തടസ്സപ്പെട്ടത്. 48 മണിക്കൂർ കൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. തുടങ്ങിയ അറ്റകുറ്റപ്പണി വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കോർപ്പറേഷനും MLA VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കേരള സർവകലാശാലയിലെ SFI KSU സംഘർഷത്തിൽ KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. സർവകലാശാല ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. തെരഞ്ഞെടുപ്പ് ജോലിയിലുണ്ടായിരുന്ന ജീവനക്കാരെ ആക്രമിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. കണ്ടാലറിയാവുന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിയാണ്. അതേസമയം സംഘർഷത്തെ തുടർന്ന് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും ക്രമക്കേട് ആരോപിച്ച് രംഗത്തെത്തിയതോടെയാണ് വൻ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ സർവകലാശാല രജിസ്ട്രാർ പോലീസിന് പരാതി നൽകും. ചക്രമുടി കയ്യേറ്റം അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യമാണ്. അതിനാലാണ് പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. തഹസീൽദാർ അടക്കമുള്ളവർ ഉൾപ്പെടുന്നതായിരിക്കും പ്രത്യേക കമ്മിറ്റി. കൃത്യമായി തെളിവുകൾ കണ്ടെത്തുന്നതിനാണ് വിശദ പരിശോധന നടത്തുന്നതെന്നും കളക്ടർ പറഞ്ഞു. തീരാനോവായി ജെൻസന്റെ വേർപാട്. അപകടത്തിൽ മരിച്ച ജെൻസന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടത്തും. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് സംസ്കാരം. രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. രതീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തീരാനോവായി ജെൻസന്റെ വേർപാട്. അപകടത്തിൽ മരിച്ച ജെൻസന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്തും. നിലമ്പൂർ കോവിലകത്തെ നളിനി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ P. നാരായണ രാജയുടെ ഭാര്യയാണ്. നടനും ഗായകനും അമൃത TVയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ K. കൃഷ്ണചന്ദ്രൻ മകനാണ്. മീര മകളാണ്. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് നിലമ്പൂർ കോവിലകം ശ്മശാനത്തിൽ നടത്തും. തൃശൂർ വടക്കാഞ്ചേരി അകമല ഫ്ലൈവെൽ വളവിൽ നിയന്ത്രണം വിട്ട KSRTC ഡീലക്സ് ബസ് പാടത്തേക്ക് മറിഞ്ഞു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സുൽത്താൻ ബത്തേരി കൊട്ടാരക്കര റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട വാഹനത്തിന്റെ മുൻഭാഗം പാടത്തിനരികിലേക്ക് വെള്ളച്ചാലിലേക്ക് ഇടിച്ചിറങ്ങി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര പരിഹാരം തേടി തിരുവോണ നാളിൽ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമരം. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. കുറേ നാളുകളായി ഡെമോക്രാസിന്റെ ഘട്ടം പോലെ ആശങ്ക വരുത്തി ജനത്തെ ദുഃഖിപ്പിക്കുകയാണ്. ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെന്റുകളെ കൊണ്ട് കഴിയുന്നില്ല. അതിന് ജലസേചന മന്ത്രി 12 വർഷം മുൻപ് ചപ്പാത്തിൽ അവിടെ സത്യഗ്രഹം എന്നപ്പോൾ പറഞ്ഞു ഇത് ഉടനെ തന്നെ തകരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്നാണ് 12 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുള്ളി നേരെ കീഴ്മേൽ മറിയുകയാണ്. മന്ത്രിക്ക് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതോ തിരുവനന്തപുരത്ത് 4 ദിവസം കുടിവെള്ളം മുട്ടിയതിന്റെ ബസ് മുത്തശ്ശന് രാജകീയ റീ എൻട്രി നൽകി വിദ്യാർത്ഥികൾ. ഇടുക്കി രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതിയ ജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്.
ഇടുക്കി രാജകുമാരി MGM ITIയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തച്ഛനെ ആരും ഒന്ന് നോക്കി നിന്നുപോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിലാണ് ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി KLX 604 എന്ന നമ്പരിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാർമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിന്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. 1 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് നവീകരിച്ചത്. ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന് നമ്മൾ നോക്കുമ്പോൾ കാണാം, ഇതിന് ഇൻഡിക്കേറ്ററുകളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഹെഡ്ലൈറ്റ് മാത്രമാണ് ഇതിനുള്ളൂ. പുറകിൽ ബ്രേക്ക് ലൈറ്റ് ഉള്ളൂ. ഇതിൻ്റെ ക്യാബിനിൽ കയറി നോക്കിയാൽ കാണാം, അവിടെ ലൈറ്റുകളൊന്നുമില്ല. അത്രയ്ക്കും പഴമയുള്ളൊരു വണ്ടിയാണ് ഇത്. കേരളത്തിന്റെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയവർ യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കുകയാണ് MGM ITI അധികൃതർ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ADGP MR അജിത് കുമാറിന്റെ മൊഴി DGP ഇന്നെടുക്കും. DGPക്കെതിരെ ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുക്കുന്നത്. ADGPക്കെതിരെ ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുക്കുന്നത്. PV അൻവർ തിരുവനന്തപുരത്തെത്തി DGPയെ കണ്ടേക്കും. പ്രശാന്ത് ചേരുകയാണ് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെയുള്ള കേസ് ഇപ്പോൾ DGP ആണ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയല്ലേ ഇപ്പോൾ ADGPയുടെ മൊഴിയെടുക്കുന്നതും തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുന്നതൊക്കെ? ശ്രീകാർത്തിക, തീർച്ചയായും നേരത്തെ IG സ്പർജൻ കുമാറിനെയാണ് ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ IG-ക്ക് മുന്നിൽ മൊഴി നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് ADGP സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് DGP നേരിട്ട് മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ മൊഴിയെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ആ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ നിലവിൽ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം, ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തു എന്നുള്ളത്. അതായത് ഒരു വശത്ത് മുഖ്യമന്ത്രി അടങ്ങുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുമ്പോൾ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആരോപണം, 5 ആരോപണങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുക. സാമ്പത്തിക ക്രമക്കേട് അടക്കം, അതോടൊപ്പം തന്നെ കവടിയാറിലെ ഭൂമി ഇടപാട്, ഇങ്ങനെ 5 പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരും. ഇതെല്ലാം തന്നെ സാമ്പത്തിക ഇടപാടുകളാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് പരിശോധിക്കുന്ന നിലപാട് DGP സ്വീകരിക്കുന്നത്. സാമ്പത്തിക വിഷയങ്ങളിൽ അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിമിതി ഉണ്ട് എന്ന് കൂടിയാണ് DGP വ്യക്തമാക്കിയത്. അതുകൊണ്ടാണ് ഈ ശുപാർശ ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇനി സർക്കാരാണ് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതേസമയം തന്നെയാണ് ഈ മൊഴിയെടുക്കൽ മുന്നോട്ട് പോകുക. മൊഴിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഏത് ഘട്ടത്തിൽ എന്നുള്ളത് തീരുമാനിക്കുക. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ PV അൻവർ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ട് അദ്ദേഹം MLA ഹോസ്റ്റലിൽ ഉണ്ട്. അദ്ദേഹം ഇനി DGPയെ കാണുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും DGPയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് അൻവറുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള അൻവർ നൽകിയ മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണവും വിജിലൻസ് അന്വേഷണ ശുപാർശയും എല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും DGPയെ കാണുന്നത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനോ ആണോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതായാലും നിർണായക നീക്കങ്ങളാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട പോലീസ് ആസ്ഥാനത്തും ഒപ്പം തന്നെ സർക്കാർ കേന്ദ്രങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. ശരി, വ്യക്തമാണ്. KK പ്രശാന്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന 16ാമത് ധനകാര്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കോൺക്ലേവിൽ ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുകയാണ്. Only in 1 year since 2003, yet imposed on the states. 3. Above all, the introduction of GST in the country. 4. And the centre's approach of late towards off-budget borrowing. These are important landmarks that systematically deprive the fiscal autonomy of the states in India. There is another unwelcoming trend that needs to be urgently reversed. The share of FC grants, which are unconditional in the total grants received by the state, declined from 31.2% to in 2009-10 to 17.4% in 2023-24.
Needless to say, there has been a corresponding rise in the share of conditional grants, increasing from 68.2% to 82.6% during this period. The overall development and welfare of the people essentially depend on the extent to which subnational entities, which are closer to the people, are enabled to provide the essential. കിടപ്പു രോഗികൾക്കും ഓണമൊരുക്കാൻ കരുതലിന്റെ കരുതൽ. കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണവിഭവങ്ങളുമായി ഓണവണ്ടി പുറപ്പെട്ടത്. ഓണമൊരുങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്കായി കരുതലിന്റെ ഈ കരുതൽ തുടങ്ങിയിട്ട് 8 വർഷമായി. കിടപ്പു രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും അത്യാസന്ന നിലയിലുള്ളവരുടെയും വീടുകളിൽ ഓണാവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനായാണ് കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണവണ്ടി ഓടിത്തുടങ്ങിയിരിക്കുന്നത്. ഭക്ഷ്യോൽപ്പന്നങ്ങളോടൊപ്പം അർഹരായവർക്ക് വസ്ത്രങ്ങളും ഡയപ്പറുകളും വീൽചെയറുകളും വാക്കറുകളും വീടുകളിൽ എത്തിച്ചു നൽകും. മുൻവർഷങ്ങളിലെ പോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അർഹരായവരെ കണ്ടെത്തിയാണ് വീടുകളിൽ സഹായം എത്തിക്കുന്നത്. കൂടാതെ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള ധനസഹായവും ഓണവണ്ടിയിൽ എത്തിച്ചു നൽകും. 2 ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഓണവണ്ടി എന്ന് പറഞ്ഞ് വീടുകളിൽ ഇത് കൊണ്ടുപോകുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ ഫണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഫണ്ടാണ് വിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് വീട് നിർമ്മാണത്തിന് വേണ്ടി നമ്മളവിടെ ഫണ്ട് കൊണ്ടുപോകുന്നു. ഓണവണ്ടിയുടെ ഫ്ലാഗ് ഓഫ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫയാസ് നിർവഹിച്ചു. വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവ്യർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ബെറ്റ്സി എഡിസൺ, ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ, എക്സിക്യൂട്ടീവ് അംഗം റിട്ടയർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് ചന്ദ്രൻ, ജ്വാല വിമൻസ് പവർ സെക്രട്ടറി ശാന്തിനി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. 100ഓളം വീടുകളിലാകും ഓണക്കിറ്റുകളുടെ വിതരണം. അമൃത ന്യൂസ്, കൊല്ലം. കാഴ്ച പരിമിതർക്ക് ഓണക്കോടിയുമായി പാലക്കാട് മാതാ അമൃതാനന്ദമയി മഠം. 200ഓളം കാഴ്ച പരിമിതർക്കാണ് മാതാ അമൃതാനന്ദമയി മഠം പാലക്കാട് മഠാധിപതി സ്വാമി പ്രണവാമൃതാനന്ദപുരിയുടെ നിർദ്ദേശാനുസരണം ഓണക്കോടികൾ നൽകിയത്. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. 58ാമത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സ്ഥാപക ദിനവും ഓണക്കിറ്റ് വിതരണവുമാണ് പാലക്കാട് മാധവരാജ ക്ലബിൽ നടന്നത്. പാലക്കാട് മാതാ അമൃതാനന്ദമയി മഠാധിപതി സംപൂജ്യ സ്വാമിജി പ്രണവാമൃതാനന്ദപുരിയുടെ നിർദ്ദേശപ്രകാരം ഈ വർഷവും കാഴ്ചപരിമിതിയുള്ള 200ഓളം പേർക്ക് ഓണക്കൊടികൾ നൽകി. കഴിഞ്ഞ 11 വർഷമായി മാതാ അമൃതാനന്ദമയി മഠം KFB അംഗങ്ങൾക്ക് ഓണപ്പുടവകൾ നൽകി വരികയാണ്. വർഷങ്ങളായി ലഭിക്കുന്ന സഹായം വലിയ അനുഗ്രഹമാണെന്നും നിരവധി നിർധനർക്ക് ഇത് ഉപകാരപ്രദമാണെന്നും KFB പാലക്കാട് ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹനൻ പറഞ്ഞു. അമൃതാനന്ദമയി മഠം നമുക്ക് വർഷങ്ങളായി തന്നെ ഓണസദ്യയും അതുപോലെ ഇപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ ഓണക്കോടികളും 200 പേർക്കുള്ള ഓണക്കോടികളും അമൃതാനന്ദമയി മഠത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏറ്റവും നിർധനരായിട്ടുള്ള ആളുകളാണ് ഭൂരിപക്ഷവും നമ്മുടെ സംഘടനയിലുള്ളത്. അതിൽ ഏതാനും ഏറ്റവും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് നമ്മൾ ഈ ഓണക്കിറ്റും അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ വിതരണം ചെയ്യുന്നത്. ഓണപ്പുടവയും ഓണസദ്യവും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹമായി കാണുന്നുവെന്നും മാതാമൃതാനന്ദമയി മഠത്തിൽ നിന്നും വർഷങ്ങളായി ലഭിക്കുന്ന സഹായത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും KFB അംഗങ്ങളും പറയുന്നു. വലിയൊരു ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള ഒരു അനുഗ്രഹമായി കാണുന്നു അമ്മയുടെയും. കാരണം അവരുടെ 2015 മുതൽ അമൃതാനന്ദമയുടെ അവിടെ നിന്ന് തന്നെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഭക്ഷണമായിട്ടായാലും ഇത് ഓണസദ്യയായിട്ടായാലും പിന്നെ ഓണപ്പുടവയായിട്ടായാലും ഒക്കെ ജനങ്ങൾക്ക് കിട്ടി വരാറുണ്ട്. അപ്പോൾ അത് വലിയൊരു സഹായമായി തന്നെ കരുതുന്നുണ്ട്. പാലക്കാട് മാതാമൃതാനന്ദമയി മഠത്തെ പ്രതിനിധീകരിച്ച കുഞ്ഞുണ്ണി പുറയന്നൂർ പങ്കെടുത്തു. മാധവരാജ ക്ലബ്ബ് പ്രസിഡന്റ് AK നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KFB സെക്രട്ടറി ഷെരീഫ് MK, സംസ്ഥാന വൈസ് പ്രസിഡന്റ് E രാജൻ, ചെയർമാൻ ശ്രീകാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. അമൃത ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷം. അപകടകരമായ രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചത്. തിരക്ക് പിടിച്ച റോഡിലൂടെ വാഹനങ്ങളുടെ മുകളിലും റോഡിലും ഇരുന്നാണ് അപകട യാത്ര നടത്തിയത്. കൂട്ടമായി വാഹനങ്ങൾ നിർത്തിയത് ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു.
കൊച്ചിയിൽ കോളേജിലെ ഓണാഘോഷത്തിനിടയിൽ അധ്യാപകൻ കുഴഞ്ഞു വീണു മരിച്ചു. തേവര SH കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സ്റ്റാഫ് സെക്രട്ടറിയുമായ ജെയിംസ് വി ജോർജാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. തൊടുപുഴ സ്വദേശിയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ അധ്യാപകരുടെ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത ശേഷം വിശ്രമിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൃതദേഹം ഇന്ന് രാവിലെ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം തൊടുപുഴയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായ സോന ജോർജാണ് ഭാര്യ. 2 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന 16ാമത് ധനകാര്യ കോൺക്ലേവ് തിരുവനന്തപുരത്ത് തുടങ്ങി. ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. KN ബാലഗോപാൽ ഇപ്പോൾ തത്സമയം സംസാരിക്കുകയാണ്. കോൺക്ലേവിൽ This makes the case for considering density of population along with the area of the state concerned. There are many such issues to be discussed. Our distinguished guests will have a lot to say on each of these issues. We are looking forward to your presentations. We sincerely hope that the 16th Finance Commission recommendations will be able to address the concern of the nation and help build genuine cooperative federalism in the country. Thank you. Thank you, sir. We will now proceed to the inaugural ceremony of the conclave. I cordially invite Honorable Chief Minister of Kerala, Sri Pinarayivijayan, to inaugurate the conclave and to deliver the inaugural address. Sir, please. My esteemed colleagues from Tamil Nadu, Karnataka, Punjab, Telangana, leader of the opposition in the Kerala Legislative Assembly, Finance Minister of Kerala, senior officials and scholars who have spared valuable time to attend this meeting. We are meeting here to discuss the issues that are to be highlighted before the 16th Finance Commission, which has since commenced its work. I would like to recall that a similar conclave was held in this same venue 7 years back to take a common stand on certain contestable aspects of the terms of reference of the 15th Finance Commission. I state with satisfaction that the common stand taken by us then was taken forward by submitting a memorandum to the Honorable President of India, and this resulted in many of these items in the TOR not being considered when the 15th Finance Commission submitted its recommendations. This time, the TOR of the 16th Finance Commission has been confined to what has been mandated in the Article 280 of the Constitution. Let me take this opportunity to inform that this was the demand of Kerala when the Union Government had asked for suggestions on framing of the TOR of the 16th Finance Commission. Finance Commission, which has the constitutional role to act as an arbitrator of distributing a share of tax revenue collected by the Union to the states, and the disbursement of grants should not be tied down with an expansive TOR which would restrict its degrees of freedom. Besides the above two, the Finance Commissions have a very important mandate to recommend how the taxes are to be distributed among the states. This is an act of delicate balancing to be done by the Commission, especially when the levels of per capita income and development indicators vary widely across the states in India. Regarding both these mandates of the Finance Commission, we need to ponder over certain pertinent issues.
As all of us present here are aware, the Finance Commissions recommend a prescribed share of net proceeds of the Union collected by the Union to the states. Article 270 of the Constitution, which stipulates this, excludes surcharges and cesses collected by the Union from the divisible pool of taxes shareable with the states. In the last decade, the surcharges and cesses have shown a rising trend and now comprise around 1/5 of the gross tax revenue of the Union. Its direct consequence is the shrinkage of the divisible pool of taxes. No observer of the Union-State relations can omit to take note of the fact that the rise in share of surcharges and cesses have happened at a time when the Finance Commissions from the 14th have recommended a higher share of the net proceeds of the taxes collected by the Union to be distributed to the states. Though this matter can be considered as outside the province of the Finance Commission, if a clinical interpretation of the constitutional provisions of Article 270 is taken, the 16th Commission needs to factor in this trend in surcharges and cesses when it recommends the prescribed share of the net proceeds of taxes collected by Union to be distributed to the states. Kerala had demanded in its memorandum to the 15th Finance Commission that the preceding share of taxes to the distributed to the states need to be raised to 50% of the net proceeds, considering the persisting vertical fiscal imbalance between the taxing powers and expenditure obligations of the Union and the states. Many other states have made this demand before the earlier Finance Commissions also, as can be seen from the report of the 12th Finance Commission. The demand for a higher share for the states in the taxes collected by the Union is having continued relevance, and it is my request to the eminent scholars and colleagues who are here to formulate this in a concrete manner. This will help the states to make an effective case before the 16th Finance Commission for raising the share of taxes which are distributed to the states in view of the widening vertical fiscal imbalances. The issue of distribution of taxes among the states also needs due consideration. The 16th Finance Commission has the task of delicately balancing the interests of the states which have a low per capita income and a larger share of population and others which have achieved the aims of the National Population Policy 1976. While taking care of the interests of the former, the latter cannot be made to face continuously falling tax shares as has been happening. To cite the example of Kerala, our share in taxes has fallen from 3.05% in the 11th Finance Commission to 1.92% in the 15th Finance Commission. Other states whose representatives are here too have similar experience. Due consideration has to be given to the needs of states which have taken extra efforts to achieve health, education and demographic indicators. In this act of delicate balancing, the 16th Finance Commission will have to carefully decide on the tax distribution formula and put to use effectively the constitutional provisions of Article 275 for disbursing grants to states in need. I am hoping that the experts present here will offer their valuable advice to us in presenting this issue before the 16th Finance Commission. I would also like to state here that the states and the local governments should be able to discharge their functions in the subjects constitutionally allotted to them in a manner that allows flexibility by taking care of jurisdictional peculiarities
and at the same time keeping in mind national priorities. In this effort, it is important that they should get funds which do not come with conditionalities. The 16th Finance Commission has an important role to play in this. I do hope that the deliberations in this conclave will give the deserved importance to this aspect also. Before closing, let me remember with immense satisfaction that in the past, efforts taken by the states have been catalysts in highlighting the problems in center-state relations and initiatives for changes. Milestones in this regard are the P.V. Rajamannar Committee appointed by the government of late Kalainar M. Karunanidhi in Tamil Nadu. The memorandum submitted by the left front government in West Bengal, led by late Jyoti Basu in 1977, demands raised in the conclave of chief ministers in 1983, which resulted in the appointment of the Justice Sarkaria Commission to look into the union-state relations, and the conclave held here in 2017 demanding reconsideration of certain items in the TOR of the 15th Finance Commission. This conclave is taking place when our federal polity is facing several challenges and many states have been compelled to take legal course of action to enforce their constitutional rights. I earnestly hope that this conclave will be a landmark event which will make meaningful suggestions to strengthen the fiscal federal setup of our nation, a unique example to the world on unity in diversity. With these remarks, I formally declare this conclave open and look forward to the valuable suggestions that will emerge from its deliberations. Thank you all. Thank you, sir. I would now like to invite Sri Vedi Sadishan, Honorable Leader of Opposition, to address the conclave. Sir, please. Honorable Chief Minister of Kerala, respected ministers and distinguished guests, on and off the dais, my dear friends, a very good morning to you all. Founding fathers of our Constitution created harmonious sort of federal structure. It involved a unique cooperative federalism. Cooperative federalism, to function in a true spirit, there must be fair distribution of resources between the center and the states. We have been following the Nehruvian planning for a long time. Unfortunately, there is no planning commission. Of course, there is no planning. The government of India given up the planning and they are behind the projects. What are the differences of planning and projects? The special features of planning is having priorities. The regional imbalance and the priorities should be given to women, children, backward communities, backward areas. In the projects, there are no priorities, only some other interests are having. So, since there is no planning commission, our only hope is that the finance commission. But unfortunately, the planning commission, the finance commission is following some criteria, some flawed concepts, which are detrimental to the interests of the many states, especially the southern states. Article 70 of the Constitution specifies how net tax proceeds are distributed between the union government and the states. The Finance Commission was established for its purpose. However, the flawed criteria or the concepts for financial devolution have proven to be detrimental to the progress of several states. So, the important point is that the southern states receive much less than we contribute.
We have to raise our contentions well in advance before the 16th Finance Commission to end this disparity. One of the, as stated by the Finance Minister of our state, one of the most important criteria for devolution used now is the per capita income disparity. This had a weightage of 50%, now it is 45%. As per the devolution criteria, states with a lower per capita income receive a higher share in order to ensure equity among states. And states like Karnataka, Telangana, Andhra, Tamil Nadu and Kerala are always at the receiving end, receiving much less than we deserve. The devolution based on per capita income in itself is a flawed concept, ideally due to two prime reasons. Firstly, the GSTP is calculated based on a fictitious approach called an estimate. Hence, the per capita income, which is the GDP divided by population, will also be far away from reality in most cases. The calculation of the GDP itself is fictitious. Now they are trying to rate below the rate of the real rate of GDP. So our borrowing capacity, it affects our borrowing capacity also. Thus, devolving the tax proceeds, which is an absolute figure based on an estimate, needs an overall. Secondly, the whole world is talking about income disparity among nations. It is a reality that the difference between haves and have-nots is widening. Considering these two major reasons, it is amply clear that the per capita income will not be the correct scale to gauge the process of a state and is the main reason for several South Indian states not receiving their fair share as per the present scheme of tax devolution. The weightage of per capita income should be reduced to 10%. That should be our demand. There are more concrete figures in our economy and administration. For example, tax collection, revenue expenditure, etc. I am of the opinion that the devolution should be based on absolute figures rather than the estimated figures. In normal finance parlance, an increase in revenue expenditure would be considered bad economics. However, in the special scenario of our state, this may not be fully true. Productive expenditures like primary healthcare, primary education, policing, and of course the welfare measures like pensions, and even the salaries to faculties in aided institutions come under the umbrella of revenue expenditure. The huge revenue deficit granted by the 15th Finance Commission was for this reason. This windfall was at the mercy of the 15th Finance Commission. This is not a regular one. We cannot be at their mercy each time to receive this grant. This has to be part of the devolution criteria. Revenue expenditure in another way. The performance of the expenditure should be considered. Another major concern is with respect to the exclusion of, as Chief Minister and the Finance Minister said, the exclusion of cess and surcharge from devolution. The Union government is exploiting this loophole to move money to their bag. Concerns are raised regarding the exclusion of cess and surcharge from the divisible pool of tax revenue, leading to a reduction in states' share of tax revenue. Cess and surcharge collected by the Union government is estimated is around 23% of its gross tax receipts for the 24-25 financial year. 23% of the total tax receipts, which does not form part of the divisible pool and hence not shared with the states. This means a major change. Another much talked about criteria is previously until the 14th Finance Commission, population from the 1971 census was considered, but this practice was discontinued in the 15th Finance Commission. Now population as per the 2011 census is considered. States that have exercised strict population control as per government policy have to suffer because of the flawed criteria.
Kerala is a disaster-prone area. We are going through calamities due to climate change, sea erosion in the western coast, landslides, extreme heavy rain, cloud bursts, and many calamities. According to IPCC report and NASA analysis on that, the Arabian Sea will be turbulent, more turbulent. What happened in the last 2-3 decades in the Bay of Bengal. So the western coast in a vulnerable position. Now the possibilities of disasters, calamities are higher. So the climate change should be a component deciding the devolution of taxes. We need more money for mitigation process, for rehabilitation process, and setting up mechanism for warning system and evacuation plan. We need more money. So the 16th Finance Commission onwards, the major component, one of the major components should be the climate change and other calamities. Kerala is a disaster-prone area with its long shore and landslide-prone hills. Natural disasters are becoming common. The state also has a vulnerable population. For example, the fishermen community who depend on the sea for their livelihood. Their products have high international market. It is imperative to include disaster vulnerability and vulnerable population as criteria while devolving taxpayers. The same situation for the farmers in the Western Ghats. They are facing human-animal conflicts and many other landslides calamities. Another important aspect in the devolution is the proportion of dense forest area in each state compared to the total dense forest area across all the states. States like Arunachal Pradesh had received windfall benefits owing to this criteria. Kerala with a 3.5 crore population got 1.92%, while Arunachal Pradesh with just 18 lakh population got 1.8%. Arunachal has deep forests. This criteria should have been altered to include the vulnerable population near forests as well. The actual money spent by the state for the conservation of the forest related activities should be a deciding factor. The Finance Commission should recognize states' efforts in population control, with the states exhibiting lower fertility ratios receiving higher scores. Linking additional devolution to performance indicators in areas like good governance, transparency, and development outcomes could incentivize responsible resource management. This should also be considered by the Commission. Improvement in carbon neutrality as an incentive measure can also be suggested. I hope we have to stand together and fight for our rights. I think we can win in this fight. Thank you very much. Thank you, sir. Now, I would like to invite Shri Bhatti Vikramarkamalu, Honorable Deputy Chief Minister, Telangana, to address the conclave. Sir, please. Honorable Chief Minister of Kerala, Sri Pinarayivijayan ji, Honorable Leader of Opposition, Kerala, Sri Satishan ji, Honorable Finance Minister of Kerala, Sri Balagopal ji, Honorable Finance Minister of Tamil Nadu, Sri Tangam Tenarasti, Honorable Minister for Revenue, Karnataka, Sri Krishna Bhaira Gowda ji, Honorable Finance Minister for Punjab, Sri Harpal Singh
Chimaji. I am both honored and humbled to address you today on the crucial matter of fiscal federalism. A cornerstone of our federal system. Federalism is a basic feature of the Constitution of India. The financial relationship between the center and the states is not merely a technicality. It embodies principles of